PR എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടറിയാം, അനീഷ്. ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും ഐഡിയ ഉണ്ടായിരുന്നില്ല. 5 വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കയറാൻ കാത്തിരുന്ന ഒരാളാണ്. PR-നെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോ അനീഷിന്റെ ഭാഗത്ത് നിന്നും പച്ച നുണ പറയുകയും PR-നെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീക്ക് നടന്ന പ്രഹസനം, ആ പ്രഹസനത്തിനെ കുറിച്ചിട്ടാണ് ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നത്. ലാലേട്ടൻ ചോദ്യം ചെയ്യാന്ന് മാത്രമല്ല, കോമൺ സെൻസ് ഉള്ള ആർക്കാണെങ്കിലും കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന PR-നെ കുറിച്ചിട്ട് അനീഷിന് അറിയില്ല എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും അത് പച്ച നുണയാന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം 5 വർഷം ലീവ് എടുത്തു നിന്ന ഒരു വ്യക്തി, അതും ഗവൺമെന്റ് ജോലിയടക്കം കിട്ടിയിട്ട് അത് ഉപേക്ഷിച്ചിട്ട് ബിഗ് ബോസിന് വേണ്ടി നിന്ന ഒരു വ്യക്തിക്ക് PR എന്നാൽ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നമുക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന അനീഷിനെ ലാലേട്ടൻ പൊളിച്ചു കൊടുക്കുക തന്നെയാണ് ഈ പ്രൊമോയിൽ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. ഈ പറയുന്ന PR-ന്റെ ഇഷ്യൂ ഫസ്റ്റ് തന്നെ എല്ലാവരും എടുത്തിട്ടിട്ടും അനുമോളെ ഭയങ്കരമായിട്ട് ക്രൂശിക്കുകയും അനുമോൾക്ക് PR ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസിൽ ജീവിച്ചു പോകുന്നത്, ടാസ്ക് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ അടക്കമുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ക്രൂശിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ കണ്ട ടാസ്കുകളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ, നിങ്ങൾക്കറിയാം, ഹോട്ടൽ ടാസ്കിലാണെങ്കിലും പീരീഡ്സും കാര്യങ്ങളായിട്ട് പോലും നല്ല രീതിയിൽ ആരോടും പരാതിയൊന്നും പറയാതെ നല്ല രീതിയിൽ അനുമോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ എല്ലാ ടാസ്കും അത്യാവശ്യം ചെയ്തിട്ട് പോലും അനുമോളെ PR-നെ കൊണ്ട് മാത്രമാണ് നിൽക്കുന്നതെന്നും പറഞ്ഞിട്ട് ബിന്നിയൊക്കെ കരച്ചില് നാടകം പോലും അവിടെ അഭിനയിച്ചു. ഈ പറയുന്ന ബിന്നിക്കടക്കം PR ഉണ്ട് എന്നുള്ള കാര്യങ്ങള് ഈ ഏകദേശം നാട്ടിൽ പാട്ടാന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പം ഈ ബിന്നി പുറത്തിറങ്ങിയിട്ട് പറയുമായിരിക്കും അനുമോളുടെ PR കാരണമാണ് ഞാൻ പുറത്തായത് എന്നുള്ള രീതിയിൽ പറയുമായിരിക്കും. കാരണം ആ രീതിയിൽ, അതായത് അല്ലാതെ താൻ അവിടെ കാഴ്ചവെച്ച് ഭയങ്കര അസാധ്യമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടും ഈ പറയുന്ന അനുമോളുടെ PR-നെതിരെ പറഞ്ഞതുകൊണ്ടാണ് പുറത്തായത് എന്നുള്ള രീതിയിൽ പറയായിരിക്കും. കഴിഞ്ഞ ദിവസം അപ്പാനി ശരത്തിന്റെ ഒരു ഇന്റർവ്യൂ വന്ന സമയത്ത് അപ്പാനി ശരത്ത് പറയുന്നുണ്ട് അത്യാവശ്യം എല്ലാവർക്കും PR ഉണ്ട്, PR എന്നാൽ മോശം കാര്യമാണോ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ PR ഉള്ളത് കൊണ്ട് മാത്രം ഒരിക്കലും ആ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഷോ ആർക്കും അവിടെ ജയിക്കാനും പറ്റത്തില്ല. അതാണ് ശരിക്കുള്ളൊരു കാര്യം. അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പോയിട്ട് കാണിക്കണം, എന്നാലേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ നിർത്തിക്കത്തുള്ളൂ. അതുപോലെ ഈ അനീഷ് നല്ല ശുദ്ധമായിട്ടുള്ള നാടകമാണ് അവിടെ കാണിച്ചിട്ടുള്ളത് ഇത്രയും ദിവസമായിട്ട്. അതായത് ഈ PR-നെ കുറിച്ച് അറിയില്ല, എനിക്ക് ബിഗ് ബോസിൽ നിന്നും വിളി വന്നത് പോലും 3-ാമത്തെ ദിവസം, അതായത് ഈ ബിഗ് ബോസിലേക്ക് വരുന്നതിന്റെ 3 ദിവസം മുൻപാണെന്നാണ് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതേ അനീഷിനെ പൊളിച്ചുകൊണ്ട് ലാലേട്ടൻ പ്രൊമോയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് അതുകൂടി ഒന്ന് കാണാം, എന്താണ് ലാലേട്ടൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അനീഷിന്റെ വീട്ടുകാർക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൂടി നമുക്കൊന്ന് കാണണം. ആദ്യം നമുക്ക് പ്രൊമോയുടെ ബാക്കി കാണാം. 3 ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്നൊരു കോൾ വന്നാണോ? 3 ദിവസം മുൻപാണ് എനിക്ക് 12 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ അറിയിക്കുന്നത്. അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കും. 3 ദിവസം മുൻപാണെന്ന് ലാലേട്ടൻ പറയുന്ന സമയത്ത് അത് ശരിയല്ല. 3 ദിവസം, അതായത് 3 ദിവസം മുൻപാണെന്ന് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് അതെ 3 ദിവസം മുൻപാണെന്ന് പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുന്നു. അതിനുശേഷം ലാലേട്ടൻ പറയാണ് 12 ദിവസം മുൻപേ ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് കോള് വന്നിരുന്നു, വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അത്രയും ദിവസങ്ങളൊന്നുമില്ല, 3 ദിവസം മുൻപാണെന്ന് പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ പറയുന്ന അനീഷ്. അനീഷിന്റെ കള്ളത്തരം മൊത്തം ലാലേട്ടൻ അവിടെ പൊളിച്ചെടുക്കി. ഈ പറയുന്ന അനീഷ് മാത്രമല്ല, അനീഷിന്റെ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലും കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് ഈ പറയുന്ന ബാക്കിയുള്ള അവിടെയുള്ള ഷാനവാസിനാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാർക്കാണെങ്കിലും എല്ലാവർക്കും PR ഉണ്ട്. ആരും അവിടെ നല്ല പിള്ള ചമയേണ്ട ആവശ്യമൊന്നുമില്ല. PR എന്ന് പറയുന്നത് പൈസ ഇനി എത്ര കൊടുത്താലും എന്ത് കൊടുത്താലും നമ്മൾ അവിടെ എന്തെങ്കിലും കാണിച്ചു വെച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ വിളിച്ചിട്ട് പുറത്തിടും. വോട്ടും കാര്യങ്ങളും ജനങ്ങളും കൂടി തരണം. അതായത് PR വോട്ട് കൊണ്ട് മാത്രം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ജനങ്ങളുടെ വോട്ടും കൂടി വേണം, ജനങ്ങളുടെ സ്നേഹം കൂടി വേണം. അതുകൊണ്ട് മാത്രമേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പലരും ചോദിക്കുന്നു ഈ സാബുമാൻ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ എല്ലാവരും അതൊരു ചോദ്യചിഹ്നമാണ്. സാബുമാൻ എങ്ങനെ അവിടെ നിൽക്കുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്? അനുമോൾ എന്ന് പറയുന്നത് ആദ്യം തൊട്ട് അവസാനം വരെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്നിട്ട് അതിന്റെ പേരിൽ ഇത്രയും ആളുകൾ ചേർന്നിട്ട് ആ ഒരു കണ്ടസ്റ്റന്റിനെ ക്രൂശിക്കുകയും ആ ഒരു വ്യക്തി ടാസ്കുകൾ ചെയ്യാറില്ല, അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, അത് ചെയ്യാറില്ല, ഇത് ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും ക്രൂശിച്ച ആൾക്കാർ, ഈ പറയുന്ന അനീഷ് അടക്കമുള്ള ആൾക്കാര് ഇപ്പൊ എന്തായി, ലാലേട്ടൻ തന്നെ വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്കൊന്നും PR ഇല്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന അനീഷിന് PR-നെ പറ്റിയിട്ട് അറിയില്ലേ എന്ന് ലാലേട്ടൻ തന്നെ വന്നിട്ട് ഈ പറയുന്ന അനീഷിന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. അത് ചോദിച്ചു എന്ന് മാത്രമല്ല, ചോദിക്കുന്ന സമയത്ത് ഈ പറയുന്ന അനീഷിന്റെ ഉത്തരവാണ് ഏറ്റവും കോമഡി. എനിക്കറിയില്ല, അല്ലെങ്കിൽ 5 വർഷമായിട്ട് നിന്ന ആൾക്ക് PR-നെ പറ്റി അറിയില്ല എന്നാണ് പറയുന്നത്. ഇനി ഇവരുടെ വീട്ടുകാർ പറയുന്ന കാര്യം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ചെറിയൊരു ക്ലിപ്പാണ്. ബിഗ് ബോസ് തുടങ്ങുമ്പോൾ 3 ദിവസം മുന്നേ ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഞാൻ പറയാനില്ലായിരുന്നു ബിഗ് ബോസിനെ കുറിച്ച്.
ഇത് അതായത് അനീഷ് അകത്ത് 3 ദിവസം മുന്നാണെന്ന് പറഞ്ഞതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ പറയുന്ന അനിയനും പറയാണ്, അബീഷ് എന്നാന്ന് തോന്നുന്നു പേര്, ആളും പറയാണ് ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് ഈ പറയുന്ന ബിഗ് ബോസിന് 3 ദിവസം മുന്നേ വരെ ചെന്നൈയിലുണ്ടായിരുന്നു. ഓക്കെ, ചെന്നൈയിലപ്പോൾ എന്തിനാണ് ഇവർ പോയതെന്ന് എനിക്കറിയില്ല. ചെന്നൈയിലുണ്ടായിരുന്നു. ആ പോയ സമയത്ത് പോലും ബിഗ് ബോസിൽ നിന്നും ഇങ്ങനൊരു കോൾ വന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പം അതും ഏകദേശം ഇത് രണ്ടും ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇവര് ടാലി ആക്കാൻ വേണ്ടി പറയണ കാര്യമായിരിക്കാം. അനീഷ് അതിന്റെ ഉള്ളിൽ പറയുന്നു 3 ദിവസം മുൻപാണ് കോൾ വന്നതെന്ന്. അപ്പൊ ഇത് സ്ഥിരീകരിക്കുന്ന രീതിയിലായിരിക്കാം ഈ പറയുന്ന അനിയനും വന്നിട്ട് പറയുന്നത്, അതായത് എന്റെ ഏട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് സ്ഥിരീകരിക്കാൻ, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ ഈ അനിയനും വന്നിട്ട് പറയാണ്, ഈ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് പറയാണ്, ഈ ഞങ്ങള് 3 ദിവസം മുന്നേ പോലും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് എങ്ങനെയാണ് PR എന്നുള്ള രീതിയിൽ സമർത്ഥിക്കാനാണ് ഇവർ നോക്കുന്നത്. പക്ഷെ അതെല്ലാം പൊളിച്ചുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞിരിക്കുകയാണ് 12 ദിവസം മുൻപേ അവിടെ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് മാത്രമല്ല 12 ദിവസം മുൻപ് കോൾ വന്നതിനുള്ള തെളിവ് ഞാൻ കാണിക്കണോ എന്ന് വരെ ലാലേട്ടൻ ചോദിക്കുകയാണ്. അപ്പം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഫാമിലി ഇവരടക്കം വന്നിട്ട് ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? അതുപോലെ തന്നെ ഈ പറയുന്ന അനീഷ് ലാലേട്ടൻ വന്ന് ചോദിച്ചിട്ടുള്ളത് എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? ഇനി ഇതിനേക്കാളും വലിയ കോമഡി എന്താണെന്ന് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ പറയുന്ന അനീഷിന്റെ ഫാൻസ് എന്ന് പറയുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അതില് ഇതിപ്പം ഈ പ്രൊമോ വന്നിട്ട് കുറച്ച് സമയമായുള്ളൂ. ഈ പ്രൊമോ വന്നതിന് ശേഷം അവരുടെ ആൾക്കാരിൽ ഒരാളുടെ വോയിസ് ഞാൻ കേൾപ്പിക്കാം നിങ്ങളെ. അവർ പറഞ്ഞൊരു കാര്യമാണ്, ലാലേട്ടൻ കച്ചക്കള്ളമാണ് പറയുന്നതെന്നാണ് ഇവരുടെ ഫാൻസ് പറയുന്നത്. നമുക്ക് അതൊന്ന് കേട്ടോക്കാം. മോഹൻലാലിന്റെ പവർ ഉപയോഗിച്ച് സാധാരണക്കാരനെതിരെ കള്ളത്തരം പ്രചരിപ്പിച്ചാൽ മോഹൻലാൽ സർ അത് അങ്ങ് അനുഭവിക്കേണ്ടി വരും. കാരണം സാധാരണക്കാരൻ കള്ളം പറയൂല. 3 ദിവസം മുന്നെയാണ് കാര്യങ്ങൾ അറിയുന്നത്. വെറുതെ ഇല്ലാത്ത പാട് എന്താക്കാറ് പിന്നെ പറഞ്ഞ് പരുത്തരട്ടോ. അതായത് ഈ പറയുന്ന മോഹൻലാൽ കള്ളം പറയാണെന്നാണ് ഇവർ പറയുന്നത്. അതായത് മോഹൻലാൽ കള്ളം പറയാണ്. ഈ പറയുന്ന അതായത് മോഹൻലാലാണ് കള്ളം പറയുന്നത്, അനീഷല്ല കള്ളം പറയുന്നത്. അനീഷ് 3 ദിവസം മുൻപാണ് പോയത്. സാധാരണക്കാരനായ അനീഷിനെതിരെ കള്ളം പറഞ്ഞാലും ഞങ്ങൾ സഹിക്കില്ല. ലാലേട്ടൻ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? അതായത് ലാലേട്ടൻ അനുഭവിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഈ പറയുന്ന സാധാരണക്കാരൻ എന്ന ലേബലിൽ വന്ന അനീഷിനെതിരായിട്ട് ലാലേട്ടൻ കള്ളം പറയുകയും അനീഷിനെ ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്താൽ ലാലേട്ടൻ ഇതിന് അനുഭവിക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന അനീഷിന്റെ ഫാൻസിൽ ഒരാൾ പറയുന്നത്. ഇനിയിപ്പോ ലാലേട്ടനെതിരെയായിരിക്കും. ലാലേട്ടൻ മനഃപൂർവ്വം ഈ അനീഷിനെതിരെ സംസാരിച്ചു. കള്ളങ്ങളെല്ലാം വെളിച്ചത്തായി, അനീഷിന്റെ കള്ളത്തരങ്ങളെല്ലാം വെളിച്ചത്തായ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അനീഷിനോട് പ്രത്യേകിച്ച് വെറുപ്പ് കാര്യങ്ങളൊന്നും ഉള്ള ഒരാളും അല്ല, കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ചില കാര്യങ്ങൾ ഭയങ്കര ഓവറാകുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഷാനവാസിന്റെ നല്ല വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഷാനവാസ് ഈ കഴിഞ്ഞ ദിവസം മണ്ടനാണെന്ന് തെളിയിച്ചു? ആ കാര്യങ്ങൾ ശരിക്കും ആള് മണ്ടത്തരം കാണിച്ച് മണ്ടനാണെന്നുള്ള കാര്യങ്ങൾ തെളിയിച്ചു. ഇനി ഇന്നത്തെ കാര്യം പറയുവാണെങ്കിൽ ചില കേട്ടുകേൾവിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഷാനവാസിനെതിരെ നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ അടുത്ത പ്രൊമോയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതും ഏകദേശം മനസ്സിലാവും. ഒരു യെല്ലോ കാർഡിനെ അടുപ്പിച്ചുള്ള കാര്യങ്ങളൊക്കെ നടന്നു. അതായത് നല്ല രീതിയിൽ ശകാരിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഷാനവാസ് ആ ഗെയിം കൊളവാക്കിയതും അത്രയധികം അരോചകമായിട്ട് ജനങ്ങൾക്ക് തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ അത്രയും മോശം രീതിയിൽ തന്നെ ഷാനവാസിനെ ഇട്ട് കൊടയുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചൊരു കാര്യം. അപ്പം അത് എന്താ പറയേണ്ടത്, നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയും. അപ്പൊ അനീഷ് ആണെങ്കിലും അനീഷിന്റെ കാര്യങ്ങൾ, അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലും കോമണർ എന്ന് പറയുന്ന ലേബലിൽ വന്നതും എല്ലാം ഓക്കെ. സാബുമോനൊക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞതുപോലെ ഈ പറയുന്ന അനീഷ് സെൽമീതി ആൻസറിലാണെങ്കിലും അങ്ങനെയുള്ളതിലൊക്കെ വന്നിരുന്നു. ഞാൻ പലരും പറയുന്ന ഒരു കാര്യമാണ്, അനീഷ് കോമണർ ആണ് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ പ്രാവശ്യം റസ്മിനും നിഷാനയും വന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അതേ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞ അതേ ആൾക്കാർ തന്നെ വന്ന് പറയാണ് അനീഷ് കോമണർ ആണ്, അല്ലെങ്കിൽ ഇത്രയും പുസ്തകങ്ങൾ എഴുതിയ ഇത്രയും ഇതിൽ പങ്കെടുത്ത അതേ ആൾക്കാർ കോമണർ ആയിട്ട് ലേബൽ തന്നെ. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. നിങ്ങൾക്ക് അറിയായിരിക്കും, നിഷാനയും റസ്മിനും കീറുന്ന സമയത്ത് അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ 3 ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളാക്കി അതേ ആൾക്കാരും അനീഷിന് വേണ്ടിയിട്ട് ഇപ്പം വാദിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് വാദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. എന്തായാലും ലാലേട്ടനെ പോലും അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് അനീഷിന്റെ ഫാൻസ് മാറിയിരിക്കുകയാണ്. ഒരു തെറ്റ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പഠിക്കുക, കള്ളത്തരങ്ങൾ പറയാതിരിക്കുക. ലാലേട്ടൻ പോലും വന്ന് ചോദിച്ചിട്ട് കള്ളത്തരങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. ഉള്ളതുപോലെ പറയാൻ ശ്രമിക്കുക. അല്ലാതെ PR-നെ കുറിച്ച് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തിനാണ് നാടകം കളിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട.